സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ പ്രളയക്കെടുതി തുടരുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ വലിയ ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായും 3 ജില്ലകളിലാണ് പ്രളയക്കെടുതിയിൽ നിന്നും വിട്ടുമാറാതിരിക്കുന്നത്. അതായത് പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലാണ് വെള്ളം കയറിയതിനെ തുടർന്ന് ഇപ്പോഴും ദുരിതം അനുഭവിക്കുന്നത്. ഈ വിവിധ 3 ജില്ലകളിലും താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളത്തിനടിയിലായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. പത്തനംതിട്ടയിൽ തന്നെ വലിയ ദുരിതം തിരുവല്ല മേഖലയിലാണ്. തിരുമൂലപുരം എന്ന സ്ഥലത്ത് തന്നെ 150ഓളം വീടുകൾ വെള്ളത്തിനടിയിലായി പൂർണ്ണമായും. അതോടൊപ്പം തന്നെ മുകളിലത്തെ നിലകളിലാണ് ആളുകൾ ഇപ്പോൾ സുരക്ഷിതമായി ഇരിക്കുന്നത്. അവിടെ രക്ഷാപ്രവർത്തനം അടക്കമുള്ള കാര്യങ്ങൾ വലിയ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ തിരുവല്ലയിലെ സാഹചര്യത്തിനെ തുടർന്ന് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ മനുഷ്യനിർമ്മിതമായ ഒരു ദുരന്തമാണ് എന്നടക്കമുള്ള ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലും ഉണ്ടായിരുന്നു. അതിനെ തുടർന്നുള്ള ആരോപണങ്ങൾ നിലനിൽക്കുമ്പോൾ പോലും പലയിടത്തിലും ക്യാമ്പുകളിൽ പോലും ചില രീതിയിൽ വെള്ളം കയറുന്നതായുള്ള പരാതികൾ ഉയരുകയാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആളുകൾ മാറ്റുമ്പോൾ അവിടെയും ബുദ്ധിമുട്ടുണ്ടാകുന്നു. അവിടെ നിന്നും ആളുകളെ മറ്റിടങ്ങളിലേക്ക് മാറ്റുന്നത് അടക്കമുള്ള പരാതികൾ പലയിടത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ MC റോഡിൽ കുറ്റൂർ മേഖലയിൽ തന്നെ വെള്ളക്കെട്ട് രൂക്ഷമായതിനെ തുടർന്ന് KSRTC സർവീസുകൾ നിർത്തിവച്ചിരിക്കുകയാണ്. അതോടൊപ്പം മറ്റ് മേഖലകളിൽ ഇല്ലിക്കൽ, വേളൂർ, കുമരകം ഭാഗങ്ങളിൽ തന്നെ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. 2018 പ്രളയത്തിൽ പോലും വെള്ളം കയറാത്ത പലയിടങ്ങളും ഇപ്പോൾ വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. അതോടൊപ്പം മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. ചിലയിടങ്ങളിൽ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ 3 ജില്ലകളിലും പല രീതിയിലുള്ള ദുരന്തങ്ങൾ ഇപ്പോൾ ഈ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴ ജില്ലയിൽ MC റോഡിൽ തന്നെ മാമ്പുഴക്കരി പ്രദേശങ്ങളിലുള്ള ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുകയാണ്. ഇതുവഴിയുള്ള വാഹന ഗതാഗതം അടക്കം തടസ്സപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ കിഴക്കൻ മേഖലയിൽ നിന്നുള്ള വെള്ളം പമ്പ, അച്ഛൻകോവിൽ ആറുകൾ വഴി കുട്ടനാട്ടിലേക്ക് എത്തുന്നതാണ് ജലനിരപ്പ് ഉയരാൻ കാരണമെന്നുള്ളൊരു വിശേഷം കൂടി അറിയുന്നുണ്ട്. ഏതായാലും മലപ്പുറം പാണക്കാട്ടുണ്ടായ ശക്തമായ മണ്ണിടിച്ചിൽ തുടർന്ന് തടസ്സപ്പെട്ട ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ പുരോഗമിച്ചിരിക്കുകയാണ്. പല ഇടങ്ങളിലും മഴക്കെടുതി രൂക്ഷമായി തുടരുകയാണ്. 2018 അപേക്ഷിച്ച് പലയിടത്തും വെള്ളം കയറാത്ത പലയിടത്തിലും ഇപ്പോൾ വെള്ളം കയറുന്ന സാഹചര്യമുള്ളത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഏതായാലും ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ശ്രമം ആളുകളെ അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സർക്കാർ ഏകോപിപ്പിച്ച് പല കാര്യങ്ങളും നടത്തി വരികയായുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും ഇപ്പോഴും രക്ഷാപ്രവർത്തനം അടക്കമുള്ള നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.